അടവ് നയമല്ല എന്നാണ് എൻ്റെ ടേക്ക്. ഒരു കടുത്ത മത്സരം നിൽക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ നിമിഷം സംഭവിക്കാവുന്ന ഒരു ഫൗളായിട്ടാണ് ഞാനതിനെ കാണുന്നത്. പ്രത്യേകിച്ച് ഫുട്ബോൾ മത്സരത്തിൻ്റെയൊക്കെ എക്സ്ട്രാ ടൈം കിട്ടുന്ന സമയത്ത് ഒരു ഫൗൾ എന്നുള്ളത് വലിയ ആഘാതമുണ്ടാക്കുന്ന ഫൗളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ കടുത്ത മത്സരം നിൽക്കുകയാണ്. ആര് വിജയിക്കുമെന്നുള്ളത് PV അൻവറിൻ്റെ സാന്നിധ്യം കൊണ്ട് പ്രവചനാതീതമായ ഒരു മത്സരത്തിൽ നിൽക്കുന്ന സമയത്ത് MV ഗോവിന്ദൻ മാഷിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഈ പിഴവിന് വലിയ ഒരു വിലയാണ് ഇന്നിപ്പോൾ ഇടതുപക്ഷം നൽകേണ്ടി വരുന്നത്. അതൊരു UDFൻ്റെ കയ്യിലെ ആയുധമായി മാറിയിട്ടുണ്ട്. എന്നാൽ അതെന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് MV ഗോവിന്ദൻ മാഷിൻ്റേത് ഒരു വ്യാഖ്യാന പിശകാണ് എന്നാണ്. അത് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ഒരു വ്യാഖ്യാന പിശകായിട്ടാണ്, പിഴവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനസംഘവുമായും RSSുമായും പ്രവർത്തിച്ചിരുന്നവർ ജനതാ പാർട്ടിയിൽ ലയിക്കുകയും ആ ജനതാ പാർട്ടിക്ക് CPM പിന്തുണ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് പറയുന്നതിന് പകരം RSS എന്നത് മാത്രമായി എടുത്ത് ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെ മനസ്സിൽ ജനതാ പാർട്ടി എന്നായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതാണ് വാസ്തവവും. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിൻ്റെ തെളിവായി നമ്മുടെ മുന്നിലുള്ളത് എന്താ? നമ്മുടെ മുന്നിലുള്ളത് P. സുന്ദരയ്യയുടെ കത്താണ്. P. സുന്ദരയ്യയുടെ കത്ത് എഴുതുന്നപ്പോഴാണ് 1975 അത് ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് രാജിക്കത്ത് കൊടുക്കുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ജൂൺ മാസത്തിലോ മറ്റോ ആണ് അടിയന്തരാവസ്ഥ വരുന്നത്. അടിയന്തരാവസ്ഥ വന്ന് 2 മാസത്തിനുള്ളിലാണ് P. സുന്ദരയ്യ ഈ കത്ത് കൊടുക്കുന്നത്. അത് ജനതാ പാർട്ടിയുമായി ലയിക്കുന്ന ഘട്ടത്തിലല്ല. പകരം ഈ എങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ നേരിടേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലെ ഭൂരിപക്ഷം എടുത്ത തീരുമാനത്തിനോടാണ് ജനറൽ സെക്രട്ടറിയായ P. സുന്ദരയ്യ വിയോജിക്കുന്നത്. അതിന് അന്ന് വളരെ മനോഹരമായ മറുപടി M. ബസവപുന്നയ്യ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം P. സുന്ദരയ്യയുടെ കത്ത് ഏറെക്കാലം കണ്ടില്ല. സ്മൃതി പറഞ്ഞതുപോലെ 10 വർഷത്തിനു ശേഷം മറ്റുമാണ് ഇത് പിന്നീട് പുറം ലോകം കാണുന്നത്. ഇന്ത്യ നമ്മുടെ ആർക്കൈവ്സിൽ ലഭ്യമാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലെ ഒരു ഘടകം മാത്രമാണ്. സ്റ്റോം ട്രൂപ്പർ എന്നാണ് വിളിക്കുന്നത്. അർത്ഥ ഫാസിസ്റ്റ് സംഘടനയാണ് RSS എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് അത് ഈ ഘട്ടത്തിലല്ല. 1977 എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. 75 മുതൽ 77 വരെ കോൺഗ്രസ് ഇതര എല്ലാ സംഘടനകളെയും നിരോധിക്കുകയും ഒരുപക്ഷെ ജനാധിപത്യം ഏറ്റവും കൂടുതൽ കശാപ്പ് ചെയ്യപ്പെടുകയും ഒടുവിൽ കോൺഗ്രസ് പാർട്ടി തന്നെ മാപ്പ് പറയുന്ന സാഹചര്യം എത്തുകയും ചെയ്ത ഒന്നാണ് അടിയന്തരാവസ്ഥ. ഇന്നും അതൊരു കരുത്ത ഒരു അടയാളമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ. അതിൽ നമുക്ക് ആരെയും ആ അർത്ഥത്തിൽ കോൺഗ്രസിനോട് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത സാഹചര്യവുമായിരുന്നു. ഇനി ഇതാ യഥാർത്ഥത്തിലുള്ള ചോദ്യം ഇതാണ്. ആ കോണ്ടെക്സ്റ്റിൽ ഇതല്ലാതെ മറ്റെന്താണ് സാധ്യമായിരുന്നത്? P. സുന്ദരയ്യയുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്തായിരുന്നു? ആ ചർച്ചകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ P. സുന്ദരയ്യയുടെ രാജിക്കത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നമ്മുടെ രാജ്യത്തെയും പുറത്തെയും ജനാധിപത്യ സമൂഹങ്ങളിൽ സാമ്രാജ്യത്വ വിരുദ്ധ സോഷ്യലിസ്റ്റ് ശക്തികൾക്കിടയിൽ നമ്മൾ ഒറ്റപ്പെടും. അത് കോൺഗ്രസ് Oയെ കൂടെ കൂട്ടുപിടിക്കുന്ന RSS മാത്രമല്ല, സംഘടനാ കോൺഗ്രസിനെയും RSSനെയും കൂടെ ചേർക്കുന്നത് നമ്മളുടെ സാമ്രാജ്യത്വ നിലപാടുകൾ. നോക്കൂ, അത് വർഗീയ ലൈനായിരുന്നില്ല, ഇംപീരിയലിസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഒരു ഇംപീരിയലിസ്റ്റ് ശക്തിയായ RSSുമായി കോൺഗ്രസ്സുമായി നമ്മൾ കൂട്ടുകൂടുന്നത് നമ്മുടെ സാമ്രാജ്യത്വ ലൈനെതിരായിരിക്കും എന്നുള്ളൊരു താത്വികമായിട്ടുള്ള വിശദീകരണമാണ് നൽകുന്നത്. പക്ഷേ 75 രാജി വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ കണ്ടതെന്താ? രൂക്ഷമായ ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിൻ്റെ കിരാതമായ ഭരണമല്ലേ കണ്ടത്? അതിനു മുമ്പ് നമ്മൾ പശ്ചിമ ബംഗാളിൽ കണ്ടിട്ടുണ്ട്. സിദ്ധാർത്ഥ റേയുടെ കാര്യത്തിൽ എന്താണ് പശ്ചിമ ബംഗാളിൽ ഏകാധിപത്യം എങ്ങനെയാണ് നമ്മുടെ തെരുവുകളിൽ നടമാടിയതെന്ന് കണ്ടതല്ലേ പശ്ചിമ ബംഗാളിൽ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് ആ കോണ്ടെക്സ്റ്റിൽ നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ സന്ദർഭത്തിൽ CPM എടുത്ത നിലപാടിനൊരു തെറ്റുമില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അതിന്ന് ഗോവിന്ദൻ മാഷ് വിശദീകരിച്ച് കുഴപ്പത്തിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനതാ പാർട്ടി എന്നതിന് പകരം RSS എന്ന വാക്ക് അവിടെ കടന്നു വരികയും അതിനെ കൂടുതൽ ശക്തിയോടുകൂടി വീണ്ടും ഒരിക്കൽ കൂടി അത് ഗോവിന്ദൻ മാഷ് ഉന്നയിക്കുകയും ചെയ്തു. അതാണിപ്പോൾ അബദ്ധത്തിലായിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ EP ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പ്രഭാരി ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച തുറന്ന് സമ്മതിക്കുന്ന സമയം, അതേപോലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് തൻ്റെ ആത്മകഥയിലെ പരിപ്പോടെയും കട്ടൻ ചായയും എന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ പുറത്തു വരുന്നൊരു സാഹചര്യം. ഈ സാഹചര്യങ്ങളിലെല്ലാം EP ജയരാജൻ പ്രതിരോധത്തിലാക്കിയതിന് ഏകദേശം സമാനമായ രീതിയിൽ തന്നെയാണ് MV ഗോവിന്ദൻ മാഷിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഇന്ന് പൂർണ്ണമായും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും സാമൂഹിക മാധ്യമങ്ങളിലും RSS അനുകൂല പ്രസ്താവന എന്ന മട്ടിലാണ്. RSSുമായി CPM സഹകരിച്ചു എന്ന മട്ടിലുള്ള ക്യാമ്പയിനാണ് നടക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് വാസ്തവം? അതാണ് ഇന്ന് മുഖ്യമന്ത്രി ഏകദേശം 45 മിനിറ്റ് എടുത്ത് ഇക്കാര്യം വിശദീകരിച്ചത്. മുഖ്യമന്ത്രി 45 മിനിറ്റോളം എടുത്താണ് RSS ബാന്ധവത്തെക്കുറിച്ച് എങ്ങനെയാണ് കേരളത്തിൽ UDF RSSുമായി ബന്ധപ്പെട്ടത്, കോൺഗ്രസ് എങ്ങനെയാണ് RSSുമായി ബന്ധപ്പെട്ടതെന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതിൽ നിന്നു തന്നെ ഈ MV ഗോവിന്ദൻ മാഷിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കിയ ഡാമേജ്, അതിൻ്റെ ആഘാതം മനസ്സിലാക്കുന്നുണ്ട് മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഈ കടുത്ത മത്സരം നടക്കുന്ന അവസാന നിമിഷം സംഭവിച്ചു പോയ ഒരു വലിയ ഫോളാണ്. ആ ഫൗളിന് ഇനി എന്ത് വില നൽകുമെന്നുള്ളത് 23-ാം തീയതി നമുക്കറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അതൊരു അടവ് നയമേ ആയിരുന്നില്ല, തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കുന്ന വിധത്തിലുള്ള വ്യാഖ്യാന പിശകായിരുന്നു.
വിമർശിച്ചത് എന്നാണ് ഞാൻ ഇതിനെ വിശദീകരിക്കുന്നത്. അവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിന് ഇപ്പോഴും വിമർശിക്കുകയാണല്ലോ. പക്ഷെ അന്ന് നിയമസഭയിൽ EMS പോലും മിണ്ടിയിട്ടില്ല. അന്ന് ആകെ ഒരു സ്ത്രീ ശബ്ദം മാത്രമാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ ഉയർന്നത്. ആ സ്ത്രീയുടെ പേരാണ് പെണ്ണമ്മ ജേക്കബ്, TM ജേക്കബിന്റെ ഭാര്യ മാതാവ്. അതിനു മുമ്പ് ഈ വിഷയത്തിൽ അടവ് നയം അതൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലാണല്ലോ ഈ പറയുന്ന ജനസംഘത്തിലെ ആളുകൾ ജനതാ പാർട്ടിയുമായി വരുന്ന ഘട്ടത്തിൽ. അന്ന് ജനതാ പാർട്ടിയിൽ 1977 ജനുവരി മാസം രൂപീകരിക്കുന്ന ജനതാ പാർട്ടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആരാണത് രൂപീകരിക്കുന്നത്? ജയപ്രകാശ് നാരായണനാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിലാണ് ജയപ്രകാശ് നാരായൺ തൻ്റെ ജനതാ പാർട്ടിയുടെ ആശയത്തെ ഇന്ദിരാഗാന്ധിക്കെതിരെ സ്വരൂപിക്കുന്നത്. അന്നൊരു കണ്ടീഷൻ വെച്ചിരുന്നു. എന്തായിരുന്നു? ജനതാ പാർട്ടിയിൽ ലയിക്കുന്ന എല്ലാ പാർട്ടികളും ആ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മുതൽ താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള എല്ലാ ഘടകങ്ങളും പിരിച്ചുവിട്ട് മാത്രമേ ജനതാ പാർട്ടിയിൽ ലയിക്കാൻ പാടുള്ളൂ. ജനസംഘം 1951 തുടങ്ങി 1977 അവസാനിച്ചാണ് ജനതാ പാർട്ടിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ജനതാ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജനസംഘ ഇല്ല. അവർ ജനതാ പാർട്ടിയിലേക്ക് വരുന്ന ജനസംഘയിലെ നേതാക്കളേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് ആരാളുള്ളത്? ഭാരതീയ ക്രാന്തിദൾ, ചരൺ സിംഗിൻ്റെ പാർട്ടി. പിന്നീട് സോഷ്യലിസ്റ്റ് പാർട്ടി ആരുടെയാണ്? നമ്മുടെ ജോർജ് ഫെർണാണ്ടസിൻ്റെ പാർട്ടി. പിന്നീട് കോൺഗ്രസ് എന്ന് പറയുന്ന മറ്റ് സംഘടന. അതേപോലെ പിന്നീട് പുറത്തുനിന്ന് CPM ലയിക്കാതെ തന്നെ ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന കക്ഷികൾ. അങ്ങനെ സോഷ്യലിസ്റ്റുകളും ജനസംഘം, കോൺഗ്രസ് Oയും CPM CPI അടക്കമുള്ള ഇന്ദിരാഗാന്ധിയെ എതിർക്കുന്ന എല്ലാ ജനാധിപത്യ കക്ഷികളും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയായിരുന്നു ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയാണ് 1977 മുതൽ 79 വരെ. പക്ഷേ ഒരു പ്രശ്നം എന്താ? 79 ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. 79 ആകുമ്പോഴേക്കും ഈ ഇരട്ട അംഗത്വ പ്രശ്നം വരുന്നു. RSSൽ അംഗത്വമുള്ള ആളുകൾ ജനതാ പാർട്ടിയിലും അംഗമാകുന്ന സാഹചര്യം വന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുന്നു. ആ സ്പ്ലിറ്റൊക്കെ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നീരജ് ചൗധരിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകമാണ് നീരജ് ചൗധരിയുടേത്. അതിനകത്ത് എങ്ങനെയാണ് ഇന്ദിരാഗാന്ധി ഒരു സെക്യുലർ രാജ്യത്തെ അൺസെക്യുലർ ആയിട്ടിരിക്കുന്ന പ്രധാനമന്ത്രിയായി തീർന്നത് എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകത്തിൽ. അതിലേക്ക് വരാം സമയം കിട്ടുകയാണെങ്കിൽ. എനിക്ക് പറയാനുള്ളത് 1975 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള സവിശേഷ സാഹചര്യമായിരുന്നോ കോൺഗ്രസ് BJPയുമായി രാഷ്ട്രീയ സഖ്യം പുലർത്തിയ ഏകദേശം 7 or 8 സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ തേടുന്നത്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം 1960 എന്ത് രാഷ്ട്രീയ സാഹചര്യത്തിലാണ് 4 പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പ് പട്ടാമ്പിയിൽ നടക്കുമ്പോൾ, അതായത് തൃശ്ശൂർ, അണ്ടത്തോട്, കോഴിക്കോട്, ഗുരുവായൂർ, പട്ടാമ്പി, ഈ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ പട്ടാമ്പിയിൽ EMS നമ്പൂതിരിപ്പാടിനെ പരാജയപ്പെടുത്താൻ വേണ്ടി എന്തിനാണ് കോൺഗ്രസ് അന്നത്തെ ജനസംഘ് നേതാവിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായത്? P. മാധവമേനോനാണ് അന്ന് ജനസംഘിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. എ രാഘവൻ നായരാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ ആദ്യം പ്രഖ്യാപിക്കുകയും പിന്നീട് മത്സരരംഗത്തേക്ക് വരുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ജനസംഘിൻ്റെ P. മാധവമേനോനെ വളരെ പെട്ടെന്ന് പിൻവലിക്കുക ചെയ്യുന്നത്. എന്നിട്ട് P. മാധവമേനോൻ തന്നെ പറയുന്നു, ഒരു ത്രികോണ മത്സരം ഒഴിവാക്കാൻ പട്ടാമ്പിയിലെ നിയമസഭാ മണ്ഡലത്തിൽ EMS നമ്പൂതിരിപ്പാടിനെതിരെ ഒരു ത്രികോണ മത്സരം ഒഴിവാക്കാൻ രാഘവൻ നായർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക എന്ന് ഓർമ്മിക്കണം. 1960 എന്താ സാഹചര്യം? വിമോചന സമരം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ EMS നമ്പൂതിരിപ്പാടിനെ പരാജയപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ A. രാഘവൻ നായരെ കോൺഗ്രസ്, ലീഗ്, PSP പ്ലസ് ജനസംഘം എന്ന മട്ടിലാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ മത്സരിച്ചിട്ടും EMS നമ്പൂതിരിപ്പാട് 7322 വോട്ടുകൾക്ക് വിജയിച്ചു വരികയാണ് ചെയ്യുന്നത് പട്ടാമ്പി മണ്ഡലത്തിൽ. അപ്പോൾ 1960 തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസും ജനസംഘവും സംയുക്തമായിട്ടാണ് രാഘവൻ നായർ എന്ന സ്ഥാനാർത്ഥിയെ നിർത്തുന്നതും മാധവമേനോൻ എന്ന സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നതും. അതേതു രാഷ്ട്രീയ സാഹചര്യമാണ്? അന്ന് എന്താ അടിയന്തരാവസ്ഥയാണ് ഉണ്ടായിരുന്നത്? ചോദ്യം നമ്പർ 1. പിന്നീട് 1971 പാലക്കാട് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AKG മത്സരിക്കുന്നു. അന്ന് AKGക്കെതിരെ നിശ്ചയിച്ച സ്ഥാനാർത്ഥി M. രാജഗോപാലാണ്. ആ രാജഗോപാലിനെ പിൻവാങ്ങിപ്പിക്കുന്നു. എന്നിട്ട് പകരം TC ഗോവിന്ദനെ കൊണ്ടുവരുന്നു. ആരാ TC ഗോവിന്ദൻ? മാങ്കുറിശ്ശിയിലുള്ള ജനസംഘത്തിൻ്റെ നേതാവ്. ആരാ പിന്തുണ കൊടുക്കുന്നത്? കോൺഗ്രസ്. AKGക്കെതിരെ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി TC ഗോവിന്ദൻ മത്സരിക്കുന്നു. അവിടെയും AKG വിജയിച്ചു കയറുന്നു പാലക്കാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. ഇത് കോൺടെക്സ്റ്റ് നമ്പർ 2. കോൺടെക്സ്റ്റ് നമ്പർ 3. 1979 4 ഉപതെരഞ്ഞെടുപ്പുകൾ. കാസർഗോഡ്, തലശ്ശേരി, തിരുവല്ല, പാറശാല. അന്ന് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ജനതാ പാർട്ടി രണ്ടായിട്ട് പിളരുന്നു. RSS അനുഭാവമുള്ള ജനതാ പാർട്ടിയും ജനതാദളുമായിട്ട് പിളരുന്ന ഘട്ടത്തിൽ ജനതാ പാർട്ടിയിലെ RSS അനുഭാവമുള്ള ആളുകൾ കേരളത്തിൽ മത്സരിക്കാൻ വരുന്ന സാഹചര്യത്തിൽ CPM അതിൽ നിന്ന് പിൻവാങ്ങുന്നു. എന്നിട്ട് അവിടെ EMS നമ്പൂതിരിപ്പാട് പറയുന്നുണ്ട്, ഈ 4 ഉപതെരഞ്ഞെടുപ്പുകളിലും
RSSന്റെ ഒരു വോട്ട് പോലും വേണ്ട എന്ന് കേരളത്തിൽ ആദ്യമായി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം പറയുന്നത് 1979 EMS നമ്പൂതിരിപ്പാടാണ്. അത് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്. ഇപ്പോഴുമുണ്ട് രേഖകളിൽ ആ പ്രസംഗം. RSSന്റെ ഒരു വോട്ട് പോലും വേണ്ട എന്നൊരു പാർട്ടി പറയുന്നു. അപ്പോൾ നോക്കൂ, എന്താണ് 1960 സംഭവിച്ചത്? 1960 പട്ടാമ്പിയിൽ JS-ഉം കോൺഗ്രസും സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. 1971 പാലക്കാട് കോൺഗ്രസും ജനസംഘം സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. 79 EMS RSSന്റെ വോട്ട് വേണ്ട എന്ന നിലപാടെടുക്കുന്നു. തീർന്നിട്ടില്ല. ഇനി 1980 ലോക്സഭ കാസർഗോഡ്, അവിടെയാണല്ലോ നമ്മൾ പറയുന്നത്, കാസർഗോഡ് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ രാജഗോപാൽ മത്സരിക്കുന്ന സാഹചര്യം. അന്ന് രാജഗോപാലിനെതിരെ രാമൻ റോയെ മത്സരിപ്പിക്കുന്നത് CPM ആണ്. അന്ന് രാജഗോപാലിന് പിന്തുണ കൊടുത്തതാരാ? ഇതേ ജനതാ പാർട്ടിയുടെ RSS അനുഭാവമുള്ള ജനതാ പാർട്ടിക്കൊപ്പം കോൺഗ്രസ് കൂടി പിന്തുണച്ചുകൊണ്ടാണ് രാജഗോപാലിനെ കാസർഗോഡ് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിർത്തുന്നത്. അന്ന് ആ ജനസംഘ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര് രാമൻ റോയ് എന്നായിരുന്നു. അന്ന് രാമൻ റോയ് വിജയിക്കുന്നത് ഏകദേശം 73,587 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. മൂന്നാമത്തെ കോൺടെക്സ്റ്റ് 4 പെരിങ്ങളത്ത് KG മാരാര് തന്നെ മത്സരിക്കുന്നു. ആ KG മാരാരിനെ പരാജയപ്പെടുത്തുന്നത് കോൺഗ്രസ് ജനസംഘം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതാരാ? ഇപ്പോഴത്തെ നമ്മുടെ AK ശശീന്ദ്രനെ പരാജയപ്പെടുത്തുന്നത്. തെളിവല്ലേ? കോൺടെക്സ്റ്റ് നമ്പർ 4. കോൺടെക്സ്റ്റ് നമ്പർ 5 ഇടക്കാട് KPCCയുടെ അധ്യക്ഷൻ മത്സരിച്ചില്ലേ ജനതാ പാർട്ടിയുടെ പിന്തുണയോടുകൂടി? കോൺഗ്രസ് Oയുടെ ഭാഗമായി നിന്ന് മത്സരിക്കുന്ന സമയത്ത് ജനതാ പാർട്ടിയുടെ RSSന്റെ പിന്തുണയോടുകൂടി KPCC അധ്യക്ഷൻ K സുധാകരൻ തന്നെ മത്സരിച്ചിട്ടില്ലേ? കോൺടെക്സ്റ്റ് നമ്പർ 5. കോൺടെക്സ്റ്റ് നമ്പർ 6 ഒറ്റപ്പാലത്ത് PR നമ്പ്യാർക്ക് വേണ്ടിയിട്ട് അന്ന് കോൺഗ്രസ് ക്യാമ്പയിൻ ചെയ്തില്ലേ? അന്ന് മത്സരിച്ച് വിജയിക്കുന്നതാരാ? VC കബീർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയല്ലേ? കോൺടെക്സ്റ്റ് നമ്പർ 7 വടകര കോലിബി പരീക്ഷണം. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത വണ്ണമാണ് ഈ കോൺഗ്രസും ജനസംഘവും തമ്മിലുള്ള കാര്യം. കോലിബി സഖ്യത്തിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അന്ന് കോൺഗ്രസും ലീഗും BJPയുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക ചെയ്യുന്നത്. എവിടെ? വടകരയിൽ രത്നസിംഗിൻ്റെ ആത്മകഥ നമ്മൾ വായിച്ചിട്ടുള്ളതല്ലേ? എങ്ങനെയാണ് K കരുണാകരൻ തനിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്തത്? എങ്ങനെയാണ് പാണക്കാട് തങ്ങൾ തനിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ വന്നത്? 20 ഇടങ്ങളിലാണ് ക്യാമ്പയിൻ ചെയ്യാൻ വന്നത്. അതിനു മുമ്പ് ആരാ BJP നിശ്ചയിച്ച സ്ഥാനാർത്ഥി? അഹല്യ ശങ്കര മാറ്റി പകരം അഡ്വക്കേറ്റ് രത്നസിംഗിനെ കൊണ്ടുവന്നു. ആരാ രത്നസിംഗ്? അഡ്വക്കേറ്റ് ജനറൽ. ആ രത്നസിംഗിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടില്ലേ എന്താണ് കോലിബി പരീക്ഷണമെന്ന്? ബേപ്പൂരിൽ മത്സരിച്ചതരാ? മാധവൻകുട്ടിയല്ലേ? ആരാ മാധവൻകുട്ടി? മാധവൻകുട്ടി എന്ന് പറയുന്നത് വിചാര കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ആയിരുന്നില്ലേ? മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൾ ആയിരുന്നില്ലേ? ആ മാധവൻകുട്ടിയെ പരാജയപ്പെടുത്തിയല്ലേ ബേപ്പൂരിൽ നിന്ന് വിജയിച്ചു വരുന്നത് ഇടത് സ്ഥാനാർത്ഥി? ഈ പറയുന്ന വടകരയിലുള്ള സ്ഥാനാർത്ഥി രത്നസിംഗിനെ പരാജയപ്പെടുത്തിയല്ലേ KP ഉണ്ണികൃഷ്ണൻ ലോക്സഭയിലേക്ക് പോകുന്നത്? ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ചരിത്രമല്ലേ? അപ്പോൾ അതുകൊണ്ട് ജിമ്മി നേരത്തെ പറഞ്ഞതുപോലെ 1975-77 സാഹചര്യത്തിലെ അടിയന്തരാവസ്ഥയുടെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് CPM-നെ സംബന്ധിച്ച് അത്തരമൊരു കൂട്ടുകെട്ട് ജനതാ പാർട്ടിയുമായിട്ടുള്ള സഖ്യം അനിവാര്യമായിരുന്നു. പക്ഷേ ഞാൻ ഈ സൂചിപ്പിച്ച 7ഓളം രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കോൺഗ്രസിന് ജനസംഘവുമായി ഒരൊറ്റ സ്ഥാനാർത്ഥിയെ നിർത്തി പിന്തുണയ്ക്കേണ്ട സാഹചര്യം എന്തായിരുന്നു? വാട്ട് വാസ് ദി പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്? ആ സഖ്യം അതിനകത്ത് പോലും പൂർണ്ണമായും വിശദീകരിക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സുന്ദരയുടെ രാജി ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് സോവിയറ്റ് യൂണിയനുമായി ചേർന്നാണ് ഇന്ദിരാഗാന്ധി നിലപാടെടുത്തത്. സോവിയറ്റ് യൂണിയൻ അനുകൂലമായ നിലപാട് ഇന്ദിരാഗാന്ധി എടുക്കുന്നു. അതുകൊണ്ട് CPI ഇന്ദിരാഗാന്ധിക്കൊപ്പം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുന്ദരയുടെ രാജി എന്നാ വരുന്നത് 1975 ഓഗസ്റ്റ് മാസം. അന്ന് മുതലേ തുടങ്ങുന്നുണ്ട് സഹകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുന്നുണ്ട്. ജനതാ പാർട്ടി രൂപീകരിക്കുന്നതെന്നാ 1977 ജനുവരി മാസം. അപ്പൊ ജനതാ പാർട്ടിയിലെ ജനസംഘിനെ കുറിച്ചല്ല, പകരം എന്താ കോൺഗ്രസോയും RSSുമായി ചേർന്ന് ഇന്ദിരാഗാന്ധി എതിർക്കാനുള്ള ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്നതിനെതിരെയാണ്. ആ രാഷ്ട്രീയ സഖ്യം 1975 ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ബസോമുന്നയുടെ മറുപടി. സുന്ദരയുടെ വാദം എന്താ? ഒരു പൗരാവകാശ സംഘമായി മാറണം, സഖ്യമായി മാറണം, അതൊരു രാഷ്ട്രീയ മുന്നണിയായിട്ട് മാറരുത്. അതായിരുന്നു സുന്ദരയെ ആവശ്യപ്പെട്ടത്. അതെ, അത് കേന്ദ്ര കമ്മിറ്റിയുടെ ഭൂരിപക്ഷത്തിനെതിരെ രാജിവെച്ച് പോകും. അതാണ് ആ തീരുമാനം പിന്നീട് രാഷ്ട്രീയമായി ശരിയായിരുന്നു. കാര്യം അന്ന് കോൺഗ്രസോയും ഈ പറയുന്ന ജനസംഘവുമായി സഹകരിക്കുക എന്നുള്ളത് ഒരു പാർട്ടി ലൈനാണ്. ആ പാർട്ടി ലൈൻ RSSുമായിട്ടുള്ള കോംപ്രമൈസ് അല്ല. അതാണ് പാർട്ടി ലൈൻ ഇന്നേ വരെ അംഗീകരിച്ചിട്ടില്ല. ആ പാർട്ടി ലൈൻ എതിരായിട്ടാണ് വി ഗോവിന്ദ മാഷ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടി ലൈനെ ഗോവിന്ദ മാഷ് ഇന്ന് അറിയാതെ ആ പിശക് വന്നതാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത്. ഇപ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റ് ആണ് എന്താണ് വിധത്തിൽ പിന്നീട് നടന്ന RSSുമായുള്ള കോൺഗ്രസിന്റെ സഹകരണത്തെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുന്ന ഏറ്റവും ഭീകരമായ സംവിധാനമാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. പഴയ കാലം ഓർമ്മ
ഓർമ്മിപ്പിക്കുകയും ഇപ്പോഴില്ലാത്ത ഒരു ഭയപ്പെടുത്തൽ ഉണ്ടാക്കിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയാണ് ഏറ്റവും വലിയ ഭീകരാവസ്ഥ ഇവിടെ സൃഷ്ടിക്കുന്നത് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ആരെയാണ് സഹായിക്കുന്നത്? അഭിമുഖത്തിൽ RSS ഗോവിന്ദ മാഷി വിശേഷിപ്പിക്കുന്നത് എന്താ? വർഗീയവാദികളെന്നല്ലേ? Meet the editors.